നമസ്കാരം. ഒരു 3000 രൂപ നൽകാനുണ്ടെന്ന പേരിൽ ഒരാളെ പച്ചക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കാസർഗോഡ് കുംബ്ലയിൽ. കുംബ്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാലിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. സാരമായി പൊള്ളലേറ്റ യുവാവിനെ കുംബ്ല ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ അബ്ദുൽ ഗഫൂർ എന്ന 45 വയസ്സുകാരനാണ് ക്രൂരമായ അക്രമത്തിന് ഇരയായത്. കിട്ടാതാക്കൊണ്ട് ഞങ്ങൾ പയ്യത്തെ രാജല്ലോ നയിച്ചിട്ട് രാജല്ലോ. അപ്പൊ ആ പെണ്ണുങ്ങൾ എപ്പോ തരുന്നു ശരിക്ക് ഫേക്ക് നമ്പറിൽ പോലീസിനെ വിളിച്ചു. അപ്പൊ പോലീസ് പറഞ്ഞു 3000 രൂപ തരുന്നത്, ഇത്ര ബാലൻസ് ഇത്ര ബാക്കി വെച്ചിനല്ലേ, ഇത്ര ദിവസം പെൻഡിങ്ങില്, അതിന്റെ 15000 രൂപ നിങ്ങൾ പയ്യോട്ട് ജാസ്തി കൊടുക്കാൻ വരുമോ? ശരി. അപ്പൊ ഞങ്ങൾ എന്തില്ലാത്ത ഒരാള് ആള് നമ്മ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ഓര് പറഞ്ഞു ഇങ്ങനെ കാര്യം ചെയ്യും, ഒരാഴ്ചയില് റിട്ടേൺ പൈസ എപ്പോ തരൂ? ഇല്ല. അപ്പൊ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച തരാ പറഞ്ഞു. അപ്പൊ ഓര് ആയപ്പോ അടുത്ത ശനിയാഴ്ച പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞു. ശരി. അപ്പൊ പെണ്ണുങ്ങൾ വിളിച്ച് ശരിട്ട് അമ്മ അതിന് പാപ്പത്തിൽ പെണ്ണ് അങ്ങനെ ഇങ്ങനെ ശരിക്ക് കൊറേ പറഞ്ഞോള്. പറഞ്ഞിട്ട് അമ്മ നിങ്ങൾ പൈസ തരാം, ഞങ്ങൾ തിന്നുന്നില്ല. ശരിക്കും ഞങ്ങൾ വെച്ച. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 മണിയോടെ മൊഗ്രാലിലെ റെയിൽവേ അടിപ്പാതയിലാണ് സംഭവം. തേപ്പ് മിസ്ത്രിയായ അബ്ദുൽ ഗഫൂർ പതിവ് പോലെ ക്വാർട്ടേഴ്സിൽ നിന്നും ഇറങ്ങി ദേശീയപാതയിലേക്ക് നടന്നു പോവുകയായിരുന്നു. റെയിൽവേ അടിപ്പാതയ്ക്ക് അടിയിലെത്തിയപ്പോൾ സമീപത്തെ കെട്ടിടത്തിൽ പതിയിരുന്ന 4 അംഗ സംഘം ചാടി വീണ് തടഞ്ഞു നിർത്തി. ഇതിനിടയിൽ ഒരാൾ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നു. തീ ആളിപ്പടർന്നതോടെ അബ്ദുൽ ഗഫൂറിനെ ഉപേക്ഷിച്ച് അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. യുവാവിന്റെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികൾ തീ അണച്ച ശേഷം ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. അബ്ദുൽ ഗഫൂർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ശരവണൻ, ലിംഗ, മേരി, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് അക്രമം നടത്തിയതെന്ന് അബ്ദുൽ ഗഫൂർ പറഞ്ഞു. തേപ്പ് മേസ്ത്രിയായ അബ്ദുൽ ഗഫൂർ സീതാങ്കുളിയിലെ ഒരു കെട്ടിടത്തിന്റെ തേപ്പ് ജോലി ചെയ്ത വകയിൽ അക്രമി സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. പണിയേൽപ്പിച്ച എഞ്ചിനീയർ 18,000 രൂപ അബ്ദുൽ ഗഫൂറിന് നൽകാനുമുണ്ട്. തൊഴിലാളികളെ ഈ വിവരം അറിയിച്ചിരുന്നതായും അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഇന്നലെ പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അക്രമത്തിനിരയായ അബ്ദുൽ ഗഫൂർ കൂട്ടിച്ചേർത്തു. പ്രതികൾക്കായി കുംബ്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മേരിയും മറ്റുള്ളവരും താമസം. നോക്കൂ, നമ്മുടെ അതിഥി തൊഴിലാളികൾക്കിടയിൽ ഇത്രമാത്രം ക്രിമിനൽ ചിന്താഗതി മനസ്സിൽ പേറി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് ഇടപഴകുമ്പോൾ അവരുടെ മനസ്ഥിതി എന്താണെന്ന് അറിയാനുള്ള ചെറിയൊരു ശ്രമമെങ്കിലും നമ്മൾ നടത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതിഥി തൊഴിലാളികളുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ നമ്മോട് ചേർക്കുമ്പോൾ അതാരാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് പോലുള്ള കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ കൊണ്ടെത്തിക്കും.